ഷാനവാസ് കെ ബാവക്കുട്ടിയുടെ സംവിധാനത്തിൽ ഷെയ്ൻ നിഗവും ശ്രുതി മേനോനും കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന കിസ്മത്തിൻ്റെ വിശേഷങ്ങളുമായി ചിത്രവിശേഷം വീണ്ടും. നിസ്സംഗത അതിക്രമങ്ങളെക്കാൾ ക്രൂരമാണെന്ന ഒറ്റവരിയിലാണ് നവാഗതനായ ഷാനവാസ് കെ ബാവക്കുട്ടിയുടെ രചനാ സംവിധാനത്തിലിറങ്ങിയ കിസ്മത്തിൻ്റെ തുടക്കം. അതെന്തുകൊണ്ട് ക്രൂരമാവുന്ന കാട്ടിത്തരലാണെന്ന് പറയാം ഒറ്റവരിയിൽ ഈ സിനിമ. ഈ കുടുംബത്തിന് സാമ്പത്തിക ഇഷ്ടം ഉണ്ടാക്കിയിട്ടുള്ളൂ. ഇനി കുടുംബത്തിന്റെ മാനം കൂടി കളയാൻ എന്റെ പുറപ്പാട്. ഈ കലീല് പറയുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടാ? ഇതൊരു സിനിമയ്ക്കായി എഴുതിയ കഥയല്ല, നടന്നൊരു സംഭവമാണെന്ന് സിനിമാ പേരിനടിയിൽ തന്നെ കുറിച്ചിട്ടുണ്ട്. അവിടെയാണ് ഈ ചിത്രം കൂടുതൽ പ്രസക്തമാവുന്നതും. സമൂഹത്തിൻ്റെ പൊതുരീതികളെ അപ്പാടെ നിരാകരിക്കുന്ന ഇർഫാനും അനിതയും അവരുടെ പ്രണയവും. ഇതിലൂന്നി ചില കാര്യങ്ങളെ വ്യക്തതയോടെ അവതരിപ്പിക്കാനാണ് സംവിധായകന്റെ ശ്രമം. അതിലദ്ദേഹം ഒട്ടൊക്കെ വിജയിക്കുന്നിടത്താണ് കാണികളുടെ കിസ്മത്ത് നന്നാവുന്നത്. കളക്റ്റീവ് ഫേസ് 1ന്റെയും പട്ടം സിനിമാ കമ്പനിയുടെയും സംയുക്ത ബാനറിൽ ശൈലജ മണികണ്ഠനാണ് ചിത്രത്തിന്റെ നിർമ്മാണം. പൊന്നാനിയിലെ ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് സംരക്ഷണം തേടിയെത്തുന്ന ഇർഫാനും അനിതയിലുമാണ് സിനിമ തുടങ്ങുന്നത്. ഇവരും ഇവരുടെ പ്രശ്നങ്ങളും മാത്രമല്ല, വാദി പ്രതിയാവുന്ന, നിരപരാധി അപരാധിയാവുന്ന, ജാതി സമവാക്യങ്ങൾ കാര്യങ്ങൾ നിശ്ചയിക്കുന്ന ആ സ്റ്റേഷനിലെ ഇവരുടെ കാത്തിരിപ്പിൽ ചുറ്റും നടക്കുന്ന കാര്യങ്ങളും സിനിമയുടെ ഭാഗമാണ്. വിദ്യാർത്ഥി സൗഹൃദ സ്റ്റേഷനാണെന്നൊക്കെ ബോർഡ് എഴുതി വെച്ചിട്ടുണ്ടെങ്കിലും അത്ര സൗഹാർദ്ദപരമല്ല കാര്യങ്ങളെന്ന് പഠിത്തം കഴിഞ്ഞ് സ്വയം തൊഴിലെടുത്ത് ജീവിക്കുന്ന ഇർഫാനും ദളിത് ഗവേഷകയായ അനിതയ്ക്കും വഴിയെ മനസ്സിലാവുന്നു. ഇവരിരുവരും ഒന്നിക്കുമോ അതോ പിരിയുമോ എന്നതിനപ്പുറത്തേക്ക് ഒരു പകലന്തിയായി നേരം വെളുക്കുമ്പോൾ കാര്യങ്ങൾ പോകുന്നിടത്ത് സിനിമയും തീരുന്നു. ആദ്യം അഭിനേതാക്കളെയൊക്കെ തീരുമാനിച്ച ശേഷം അവരെ വെച്ച് പടം പിടിക്കാനല്ല, മറിച്ച് കഥാപാത്രങ്ങൾക്ക് ചേരുന്ന അഭിനേതാക്കളെ ഉപയോഗിക്കാൻ സംവിധായകൻ മനസ്സുവെച്ചതിനുണ്ട് ഈ സിനിമയുടെ മികവിലൊരു പ്രധാന പങ്ക്. ചിരിക്കേണ്ടിടത്ത് ചിരിച്ചും ഇടിക്കേണ്ടിടത്ത് ഇടിച്ചും നയത്തിൽ പെരുമാറേണ്ടിടത്ത് അങ്ങനെ ചെയ്തും തനിക്ക് തട്ടുകേടുണ്ടാവാതെ സ്റ്റേഷനിലെ കാര്യങ്ങൾ നീക്കുന്ന വിനയ് ഫോർട്ടിന്റെ സബ് ഇൻസ്പെക്ടറാണ് ഏറെ ശ്രദ്ധേയം. നിന്റെയൊക്കെ കുത്തിക്കഴപ്പിന് കാവലിരിക്കുന്ന ആളുകളല്ല പോലീസ്. നിന്റെ വീട്ടിൽ ഇറങ്ങിണ്ട് ഇർഫാന്റെ അരക്ഷിതാവസ്ഥ ഭംഗിയായി പ്രതിഫലിപ്പിച്ച ഷെയ്ൻ നിഗവും അവസരത്തിനൊത്തുയർന്നു. ഞാൻ ഈ ജാതി എൻ്റെ ഗുണമാണ്. കഥജാവിനെ കല്യാണം കഴിക്കുമ്പോൾ 15 വയസ്സിന് ഒപ്പുണ്ട്. മറക്കാൻ പറ്റില്ല. അനിതയായി ശ്രുതി മേനോൻ മോശമായില്ല. സുനിൽ സുഖദ, ബിനോയ് നമ്പാല, അശോക് കുമാർ, അലൻ സിയർ, സുരഭി ലക്ഷ്മി തുടങ്ങി അനുബന്ധ വേഷങ്ങളിലെത്തിയവരും തങ്ങളുടെ ഭാഗം ഭംഗിയാക്കി. പോലീസ് സ്റ്റേഷനിലും ചുറ്റുവട്ടത്തിലുമായാണ് സിനിമയുടെ ഭൂരിഭാഗമെങ്കിലും ദൃശ്യങ്ങൾ വിരസമായി പോവാതെ കാക്കാൻ ക്യാമറ ചലിപ്പിച്ച സുരേഷ് രാജിന് കഴിഞ്ഞു. സിനിമയെ ആവശ്യപ്പെടുന്ന സ്വാഭാവികത പരിസരങ്ങളിലും അഭിനേതാക്കളിലും കൊണ്ടുവരാനും പിന്നണിയിൽ പ്രവർത്തിച്ചവർക്കായി. ഇവയ്ക്കൊപ്പം ചിത്ര സംയോജനത്തിലും ശബ്ദ സംവിധാനത്തിലുമെല്ലാം ചിത്രം ആവശ്യപ്പെടുന്ന മികവ് ചേരുമ്പോൾ സാങ്കേതികമായും ചിത്രം മുന്നിലാണ്. സുമേഷ് പരമേശ്വരന്റെ പശ്ചാത്തല സംഗീതവും അദ്ദേഹത്തോടൊപ്പം സുഷിൻ ശ്യാം, ഷമേഷ് ശ്രീധർ എന്നിവരുടെ കൂട്ടായ്മയിൽ പിറവിയെടുത്ത ഗാനങ്ങളും ചിത്രത്തിന് നന്നായി ഉതകുന്നു. ഇർഫാൻ അനിത പ്രണയത്തിന് കൂട്ടായി റഫീഖ് അഹമ്മദിന്റെ നിളമണൽ തരികൾ എന്ന് തുടങ്ങുന്ന ഗാനവും പിന്നീട് അൻവർ അലിയുടെ ഖിസബാദിയിൽ എന്ന ഗാനവും ചിത്രത്തിൽ മനോഹരമായി ഉപയോഗിച്ചിരിക്കുന്നു. ഇർഫാന്റെയും അനിതയുടെയും പ്രണയം സിനിമയിൽ പറഞ്ഞു വയ്ക്കുന്ന അതേ തീവ്രതയിൽ അനുഭവിപ്പിക്കാൻ കഴിയാഞ്ഞത് കിസ്മത്തിന്റെ പോരായ്മയായി അവശേഷിക്കുന്നു. അനക്കെന്താടാ ആ ചെറുമിപ്പെണ്ണായിട്ട് എന്ന് ചോദ്യം ചെയ്യുന്ന ഇക്കയോടുള്ള വാശിയിൽ കയറി ഏൽക്കുന്നതിനപ്പുറത്തേക്ക് ഇർഫാന്റെ പ്രണയം ചിത്രത്തിൽ വരുന്നില്ല. അതിനാൽ തന്നെ വലിയൊരു ദുരന്തമായി ചിത്രം തീരുമ്പോഴും നിസ്സംഗഭാവത്തിൽ കണ്ടിറങ്ങാൻ കാണികൾക്കാവുന്നു. ഒരു കാര്യം കേട്ടോളി, എനിക്കോളെ ഇഷ്ടമാണ്, ഞാൻ ഓളെ തന്നെ ഇവരുടെ പ്രണയത്തെ മഹത്വവൽക്കരിക്കാൻ എന്ന വണ്ണം നായികയുടെ ഏകാംഗ ജീവിതത്തിലൂടെ ഒരു ഓട്ടപ്രദക്ഷിണം ഒടുവിലായി കാട്ടിയതും കല്ലുകടിയായി.
ഒരുപക്ഷെ നടന്ന കാര്യങ്ങളപ്പടി യഥാതഥം കാട്ടുകയെന്ന നിർബന്ധത്തിലാവാം ഷാനവാസ് ബാവുക്കുട്ടി ഈ വഴി തേടിയത്. ഇങ്ങനെ ചില പോരായ്മകൾ കൂടി പരിഹരിക്കപ്പെട്ടിരുന്നെങ്കിൽ ഇതിനുമധികം മെച്ചമായ ഒരു സിനിമാനുഭവമായി മാറാനുള്ള വക കിസുമത്തിലുണ്ടായിരുന്നു. ഈ സിനിമയുടെ കിസുമത്തിൽ ഇത്രയേ പറഞ്ഞിട്ടുള്ളൂ എന്ന് കരുതി ഇനിയിപ്പോൾ സമാധാനിക്കാം. സിനിമാ പ്രേമികൾക്ക് കൂട്ടായ ഒരു മൊബൈൽ ആപ്പ് സിനിബി. ചിത്രവിശേഷം ഈ ആപ്പിലൂടെയും ഇപ്പോൾ നിങ്ങൾക്ക് കാണാം. മാത്രമല്ല സിനിബിയിലൂടെ നിങ്ങൾക്കും ഈ ചിത്രത്തെ വിലയിരുത്താം. ആപ്പിന്റെ പ്ലേ സ്റ്റോർ ലിങ്ക് വീഡിയോയുടെ വിവരണത്തിൽ നൽകിയിരിക്കുന്നു. ഈ ചിത്രത്തിന് സിനിബി നൽകുന്ന റേറ്റിംഗ് ഗുഡ്. ചിത്രവിശേഷത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ചുവടെ കമന്റായി ചേർക്കുക. കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു ചിത്രത്തിന്റെ വിശേഷങ്ങളുമായി വീണ്ടും കാണും വരേക്കും വണക്കം.